ദിവസം പുലർച്ചെയാണ് മോഷണം നടന്നത്. മദൻകുമാറും 17 വയസ്സുള്ള പെൺകുട്ടിയും ഡോക്ടർ ജോ തോമസിന്റെ വീട്ടിൽ കാർഷിക ജോലികൾക്കായി എത്തിയതാണ്. ഡോക്ടർ ജോ തോമസിന്റെ ഭാര്യ പള്ളിയിൽ പോയ സമയം നോക്കി ഇവർ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി. കട്ടിലിൽ കിടക്കുകയായിരുന്ന 93 വയസ്സ് പ്രായമുള്ള അന്നമ്മയുടെ കഴുത്തിൽ കിടന്ന 4 പവനോളം തൂക്കം വരുന്ന മാല തന്ത്രപൂർവ്വം മോഷ്ടിച്ചു. ഈ സമയം ജോ തോമസ് വീട്ടിൽ ഉറങ്ങുകയായിരുന്നു. സംശയം തോന്നിയ വയോധിക മകനെ വിളിച്ചു. അങ്ങനെ വീട്ടിലെ CCTV പരിശോധിച്ചു. ഇതോടെയാണ് മോഷണ വിവരം അറിയുന്നത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. എനിക്ക് ശാരീരിക പ്രയാസമുള്ളതുകൊണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാണ് എനിക്ക് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴത്തേക്ക് കട്ടപ്പന സിയുടെ നേതൃത്വത്തിൽ വളരെ സമർത്ഥമായിട്ട് അവനെ ലൊക്കേറ്റ് ചെയ്യുകയും പുളിമ്പിലേക്കുള്ള റോഡ് സൈഡിലൂടെ പാറകടവിനപ്പുറത്ത് നിന്ന് കസ്റ്റഡിയിലെടുത്തിട്ട് വരികയും ചെയ്തു. ഞാൻ സ്റ്റേഷനിലിരിക്കുമ്പോൾ അത് കൊണ്ടുവന്നത്. അപ്പോൾ അവനെ ഇവിടെ തന്ന ഒരു ഏജൻ്റ് ഉണ്ട്, സാബു എന്ന് പറയുന്നത്. സാബുവിൻ്റെ സഹായത്തോടെയാണ് അവനെ ഐഡൻറ്റിഫൈ ചെയ്തത്. മാല മോഷ്ടിച്ച ഇരുവരും പുലർച്ചെ തന്നെ വീട്ടിൽ നിന്നും മതിൽ ചാടി കടന്നു പോകുന്ന ദൃശ്യങ്ങളും CCTVയിലുണ്ടായിരുന്നു. തുടർന്ന് സൈബർ സെല്ലിന്റെ സഹായത്തോടെ മണിക്കൂറുകൾക്കുള്ളിൽ പുളിയന്മല റോഡിൽ നിന്നും ഇരുവരെയും പിടികൂടി. 17 വയസ്സുള്ള പെൺകുട്ടി തന്റെ ഭാര്യയാണെന്നാണ് മദൻലാൽ അവകാശപ്പെടുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ മദൻലാലിനെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.